വിജയലൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനറൽ DLEDന്റെ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചതാണ് ലാംഗ്വേജ് DLEDന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ജനറൽ DLED, ലാംഗ്വേജ് DLED, മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ എന്നിവ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജനറൽ DLEDന്റെ അപേക്ഷ നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ അയക്കുന്നത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അയക്കുന്നത്. എന്നാൽ ലാംഗ്വേജ് DLEDന്റെ അപേക്ഷ നമ്മൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അയക്കുന്നത്. അത് തിരുവനന്തപുരത്താണ്. എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷയൊക്കെ സമർപ്പിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയച്ച അപേക്ഷകൾ കൃത്യമായി അവർ മാറ്റിവെക്കുന്നു. അറബിക്ക് വേറെ, ഉറുദു വേറെ, സംസ്കൃതം വേറെ, ഹിന്ദി വേറെ എന്നുള്ള രീതിയിൽ അവർ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെ അപേക്ഷകൾ മാറ്റിവെച്ചതിന് ശേഷം ഓരോ അപേക്ഷയും കൃത്യമായിട്ട് പരിശോധിക്കുന്നു. അതിനകത്ത് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉള്ള അപേക്ഷകൾ അവർ തള്ളുകയും അല്ലാത്തവ ഓരോ ഒന്നായി പരിശോധിച്ച് കൃത്യമായി കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. കാരണം ഓരോ കുട്ടിയുടെയും അപേക്ഷ കൃത്യമാണോ എന്ന് പരിശോധിച്ച് അതിനകത്തുള്ള എല്ലാ രേഖകളും, നിങ്ങളുടെ പേര്, +2 പഠിച്ച സബ്ജക്റ്റ്, +2 മാർക്ക് പെർസെൻറ്റേജ്, NSS NCS തുടങ്ങിയവയുണ്ടോ, അല്ലെങ്കിൽ മറ്റ് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ, ബോണസ് പോയിന്റുകളുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പട്ടികപ്പെടുത്തണം. അപ്പോൾ ഓരോ കുട്ടിയുടെയും പരിശോധിച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. അതേപോലെ ഹിന്ദിയുടെ വേറെ, ഉറുദുവിൻ്റെ വേറെ, സംസ്കൃതം വേറെ, ഹിന്ദി വേറെ, അറബി വേറെ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവാറുണ്ട് ലാംഗ്വേജിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. എല്ലാ രേഖകളും കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയതിന് ശേഷം അവർ കൃത്യമായിട്ട് പരിശോധിക്കും. എന്നാൽ അപ്ലിക്കൻ്റ് ലിസ്റ്റ് പൊതുവെ ലാംഗ്വേജ് DLEDുമായിട്ട് ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കാറില്ല. അവരത് PSC കൈമാറി റാങ്ക് ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമേ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യാറുള്ളൂ. പൊതുവെ ചെറിയ തെറ്റുകളുള്ള അപേക്ഷകളൊന്നും ലാംഗ്വേജ് DLEDുമായിട്ട് ബന്ധപ്പെട്ട് തള്ളാറില്ല. ഇൻ കേസ് നിങ്ങളുടെ ചലാന് പോലത്തെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഫോമോ തീരെ പൂരിപ്പിക്കാതെ അയക്കുക തുടങ്ങിയ വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ലാംഗ്വേജ് DLEDന്റെ അപേക്ഷ പൊതുവെ തള്ളാറുള്ളൂ. അല്ലാത്ത അപേക്ഷകളൊക്കെ അവർ പരിഗണിക്കാറുണ്ട്. ജനറൽ DLEDന്റെ അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെ എല്ലാ റിസർവേഷനും കൃത്യമായി പാലിച്ച് റൊട്ടേഷൻ പ്രകാരം തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DGE കേരള, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കേരള എന്നുള്ള വെബ്സൈറ്റിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ലാംഗ്വേജ് DLEDന്റെ കേസിൽ 4 വിഷയങ്ങളാണുള്ളത്: ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം. ഈ 4 വിഷയങ്ങളുടെയും റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഹിന്ദി, ഉറുദു, സംസ്കൃതം എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് ആണ് ആദ്യം തന്നെ പബ്ലിഷ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞാണ് അറബിക് ലാംഗ്വേജിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ലാംഗ്വേജ് DLEDന്റെ കേസിൽ 2 അലോട്ട്മെന്റ് അല്ലെങ്കിൽ 3 അലോട്ട്മെന്റ് ആണ് ഉണ്ടാവുക. അത് വേക്കൻസിക്ക് അനുസരിച്ചാണ് അലോട്ട്മെന്റ് വരിക. ആദ്യത്തെ അലോട്ട്മെന്റിൽ ഏറ്റവും മാർക്കുള്ള, റാങ്ക് ലിസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികളാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട കുട്ടികളിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് എന്നുള്ള രീതിയിൽ 2ാമത് അലോട്ട്മെന്റ് വരും. അതിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ 3ാമത്തെ അലോട്ട്മെന്റ് വരും. ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. മിക്കവാറും 2 അലോട്ട്മെന്റ് ആകുമ്പോഴേക്കും സീറ്റുകൾ ഫില്ലാവാറുണ്ട്. ഇനി നമുക്ക് അലോട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. അലോട്ട്മെന്റ് 1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആദ്യത്തെ ഒരു റാങ്ക് ലിസ്റ്റ് പട്ടിക വരിക. നേരത്തെ ജനറൽ DLEDന്റെ കാര്യം പറഞ്ഞ സമയത്ത് മെയിൻ ലിസ്റ്റ് എന്നതിന് പകരം ഇവിടെ വരുന്നതാണ് അലോട്ട്മെന്റ് 1 എന്നുള്ളത്. അലോട്ട്മെന്റ് 1നകത്ത് വരുന്ന, ആ ലിസ്റ്റിനകത്ത് പേര് വരുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കും. അതിന് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ വേണ്ട. അലോട്ട്മെന്റ് 1 വരുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കും. ഈ അലോട്ട്മെന്റിൽ 1 വന്ന കുട്ടികൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ മാത്രമേ അലോട്ട്മെന്റ് 2 ഉണ്ടാവുകയുള്ളൂ. ജനറൽ DLEDന്റെ കേസിൽ നമ്മൾ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട കുട്ടികൾ വന്നില്ല എങ്കിൽ മാത്രമേ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അലോട്ട്മെന്റ് 1നകത്ത് ഉള്ള എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് 2 ഉണ്ടാവുകയില്ല. ആ അലോട്ട്മെന്റ് 1നോടുകൂടി തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അവസാനിക്കും. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ വർഷങ്ങളിലൊന്നുമില്ല. അലോട്ട്മെന്റ് 2 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ അലോട്ട്മെന്റിനകത്ത് ക്രമ നമ്പർ, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ റിലീജിയൻ, കാസ്റ്റ്, +2 ആണോ ഡിഗ്രി ആണോ ക്വാളിഫിക്കേഷൻ,
മാർക്ക് പെർസെൻറ്റേജ്, നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ആയിട്ടുള്ള ഏത് കോളേജിലേക്കാണ്, ഇത്രയും വിവരങ്ങളാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിനകത്ത് ഉണ്ടാവുക. നിങ്ങൾ അലോട്ട്മെൻറ്റിനകത്ത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും അതേപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിയും. അതേപോലെ നിങ്ങൾ ഏത് കോളേജിലേക്കാണ് സെലക്ട് ആയത് എന്നുള്ളതും അവസാന കോളത്തിലായിട്ട് കാണാൻ പറ്റും. അത് തൊട്ടടുത്തായിട്ട് റിമാർക്സ് എന്ന് കിടപ്പുണ്ട്. റിമാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ മാർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ എന്നുള്ളതാണ് റിമാർക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കും. SC കാറ്റഗറി, ST കാറ്റഗറി, OBC, OEC, EWS, പിന്നെ വിമുക്ത പഠനമാണെങ്കിൽ അത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. റിമാർക്സിൻ്റെ അവിടെയായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും കഴിയും. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. നിങ്ങളുടെ മാർക്ക് അതേപോലെ റിസർവേഷൻ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് കോളേജുകൾ ലഭിക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അറബിക് DLEഡിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയാണ്. ആ PDF മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അറബിക്കിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതും ലാംഗ്വേജ് DLEഡായ ഉറുദു, അറബി, സംസ്കൃതം, ഹിന്ദി ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് അലോട്ട്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്നത്. ലാംഗ്വേജ് DLEഡ് ഹിന്ദിക്ക് കേരളത്തിലാകെ 2 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. അവിടെ 2 ഇടങ്ങളിലുമായിട്ട് ആകെ 200 സീറ്റാണ് ലാംഗ്വേജ് DLEഡ് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഹിന്ദി ലാംഗ്വേജ് DLEഡിൻ്റെ കേസിൽ അപേക്ഷ കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ഉള്ള ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് DLEഡിന് നിങ്ങൾ ഏത് കോളേജിലേക്കാണോ സെലക്ട് ചെയ്യപ്പെട്ടത് ആ കോളേജിൽ നേരിട്ട് എത്തി വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഹിന്ദിയുടെ കേസിലാകുന്ന സമയത്ത് നിങ്ങളുടെ പേര് നേരെയായിട്ട് തിരുവനന്തപുരത്തുള്ള കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ കോളേജിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. തൃശ്ശൂർ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളതെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കോളേജിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കയ്യിൽ വേണം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കയ്യിൽ കരുതണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലിസ്റ്റിന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഭാഷ DLEഡ് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അറബിക് കോളേജുകൾ 3 എണ്ണമാണുള്ളത്. ഒന്ന് കൊല്ലത്താണ്, ഒന്ന് മലപ്പുറത്താണ്, ഒന്ന് കോഴിക്കോടാണ്. ഉറുദുവിന് 2 കോളേജുകളാണുള്ളത്. ഒന്ന് മലപ്പുറം ജില്ലയിലും ഒന്ന് കോഴിക്കോട് ജില്ലയിലുമാണ്. സംസ്കൃതത്തിന് ആകെ 1 കോളേജ് മാത്രമേ കേരളത്തിലുള്ളൂ. അത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ സെയിം ആണ്. നിങ്ങളുടെ പേരിന് നേരെ ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാം. ആ കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കുകയാണ് മറ്റു ഭാഷാ DLEഡുകളുടെ കേസിലും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അറബിക് DLEഡിനാണ്. ആകെ 150 സീറ്റ് മാത്രമേ കേരളത്തിൽ ആകെയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പല കുട്ടികൾക്കും അറബിക് DLEഡിന് അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. മറ്റ് ഭാഷാ DLEഡിന് ഗവൺമെൻറ് തന്നെ അഡ്മിഷൻ കിട്ടാറുമുണ്ട്. ഇത് നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് ഭാഷാ DLEഡ് കോഴ്സിലെ ആകെ സീറ്റുകളുടെ എണ്ണം നോക്കാം. അറബിക്ക് 150 സീറ്റ്, ഹിന്ദി 100 സീറ്റ്, ഉറുദു 100 സീറ്റ്, സംസ്കൃതം 50 സീറ്റ് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. കേരളത്തിൽ ആകമാനമുള്ള ഗവൺമെൻറ് കോളേജുകളുടെ സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ഭാഷാ DLEഡിൽ ഹിന്ദിക്കും അതേപോലെ അറബിക്കിനും സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഹിന്ദി ലാംഗ്വേജ് DLEഡിന് 3 സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. 2 മലപ്പുറത്തും 1 പത്തനംതിട്ടയിലുമാണ്. അവിടെ ആകെ 3 കോളേജുകളിലുമായിട്ട് 180 സീറ്റുകളാണ് ഉള്ളത്. അവയിലുള്ള 180 സീറ്റുകളിൽ പകുതി സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണ്. അതായത് 90 സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റും ബാക്കിയുള്ള 90 സീറ്റ് മെറിറ്റ് സീറ്റുമാണ്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അപേക്ഷ സെപ്പറേറ്റ് ആയിട്ടാണ് ഹിന്ദിയുടെ കേസിൽ അയക്കേണ്ടത്. അതിൽ നിന്ന് മാർക്ക് അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് അതായത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അറബിക്കിന്റെ കേസിൽ ആകെ 1 സെൽഫ് ഫിനാൻസ് കോളേജ് മാത്രമേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള പെർഫെക്റ്റ് ആണ്. ഈ ലിസ്റ്റിൽ നമുക്ക് ഹിന്ദിയുടെ 3ാമതായിട്ട് കാണുന്ന കോളേജും അതേപോലെ അറബിക് DLEഡ് സെൽഫ് ഫിനാൻസ് കോളേജും ഒന്ന് തന്നെയാണ്. അവിടത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷകളൊന്നും അയക്കേണ്ടതില്ല. നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുത്ത ആ അപേക്ഷയിൽ നിന്നും 3 കോളേജിലേക്കും സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്തായിട്ട് വരുന്ന 15 പേരെയാണ് ഈ ഒരു കോളേജിലേക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ എടുക്കുക. ഗവൺമെന്റ് കോളേജിലേക്കും സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്തായിട്ട് വരുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. അതിനകത്ത് മാറ്റം വരുത്താൻ കോളേജുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾക്കോ അധികാരമില്ല. ഗവൺമെന്റ് തന്നെയാണ് ഈ 15 സീറ്റിലേക്കും അഡ്മിഷൻ നടത്തുന്നത്. സെൽഫ് ഫിനാൻസിന്റെ കേസിൽ അടയ്ക്കേണ്ട ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
2 വർഷത്തേക്ക് 60,000 രൂപയാണ് ഉണ്ടാവുക. അതുകൂടാതെ അഡ്മിഷൻ ഫീസ്, PTA ഫണ്ട്, യൂണിഫോം ഫീസ് എന്നിവ ഉണ്ടാകും. ഗവൺമെൻറ് കോളേജുകളിലെ കേസിൽ വളരെ കുറഞ്ഞ അഡ്മിഷൻ ഫീസും അതേപോലെ ട്യൂഷൻ ഫീസും മാത്രമേ വരുന്നുള്ളൂ. 5,000 രൂപയുടെ താഴെയാണ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള ഫീസും അഡ്മിഷൻ ഫീസും യൂണിഫോമും എല്ലാം ഉൾപ്പെടെ വരുന്നത്. ലാംഗ്വേജ് ഡീലിൻ്റെ കേസിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഉള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് കൊല്ലത്താണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കേണ്ടതാണ്. ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന കുട്ടികളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കിപ്പം കൊല്ലത്താണ് കിട്ടിയതെങ്കിൽ മലബാറിലേക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ട്രാൻസ്ഫർ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്രാൻസ്ഫർ ലഭിക്കണമെന്നില്ല. നിങ്ങൾ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്ന കോളേജിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയില്ല. ലാംഗ്വേജ് DLEഡുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ലാംഗ്വേജ് DLEഡുമായി ബന്ധപ്പെട്ടും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.